അങ്ങനെ നമ്മൾ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. കുറേ പേരെ വാങ്ങിച്ചു, എല്ലാവരെയും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു വെറൈറ്റി, ഇതെല്ലാം നമ്മുടെ പ്ലാന്റ് ടാങ്കിൽ ഇടാൻ പറ്റിയ ആൾക്കാരായിരുന്നു. ഓ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. 9-10 ഇഞ്ച് വരെയൊക്കെ വയ്ക്കും. ഓക്കെ, സീബ്രത്തിലാപ്പയും കിടപ്പുണ്ട് കേട്ടോ. അയ്യോ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. ഇഷ്ടപ്പെടുന്ന കുറച്ച് പീസായിട്ട് എടുക്കാം. ഓക്കെ, എനിക്ക് ഫ്രണ്ടിൽ കുറച്ചൊരു ഇഷ്ടപ്പെട്ടു, ഈ ടാങ്കിൽ ഇഷ്ടപ്പെട്ടു, ഈ ടാങ്കിൽ ഇഷ്ടപ്പെട്ടു, ഈ ടാങ്കിൽ ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഗപ്പി പോണ്ടിലോട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. നമ്മളെ മോശം ടാങ്കിലോട്ട് ഇതുവരെ ചിന്തിക്കാത്ത ഒരാളാണിത്. ഇവിടെ അരാപ്പയ്മ വന്നിട്ടുണ്ട് കേട്ടോ, പുതിയ. ഇതിനൊക്കെ എന്ത് വെറൈറ്റിയാണോ ഉണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തി. സമയം വന്നിട്ട് 5 മണിയാട്ടോ. ഒരു 3 മണിയപ്പോൾ നമ്മൾ പർച്ചേസിന് പോയതാണ്. നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലോട്ട് ഗേറ്റ് അടച്ചിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും തൽക്കാലത്ത് ഇവിടെ കണിക്കൊന്നയൊക്കെ ഇപ്പോൾ പൂക്കുന്നേ ഉള്ളൂ കേട്ടോ. ഏപ്രിലൊക്കെ കഴിഞ്ഞു, വിഷു ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പൂത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇടാം. അടിപൊളി. അപ്പോൾ ഞാനും കാർത്തുമായിട്ടാണ് കേട്ടോ ഇന്ന് പർച്ചേസിന് പോയത്. കുറേ അധികം സാധനങ്ങൾ കണ്ടു. നല്ല വെറൈറ്റി സാധനങ്ങൾ കണ്ടു. കുറേ അധികം സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. അതെ, കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ടാങ്കിൽ ഒരു റെനോവേഷൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഴ വന്നത്. അതെ. അടുത്ത ഞായറാഴ്ച ആൾക്കാർ വരും. അപ്പോൾ അതിന് നമ്മുടെ ഫിൽറ്റർ സിസ്റ്റം ഒക്കെ പണി കിട്ടി. ഭയങ്കര ഇടിവെട്ടി മഴയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ അവസ്ഥയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ സംഗതി ഈ ശനിയോ ഈ വെള്ളിയോ ശനിയോ നമുക്ക് ടാങ്ക് ഒന്നും കൂടി തരും. അതാണ് ഫിഷസൊക്കെ നമ്മൾ വാങ്ങിക്കാതെ ഇങ്ങനെ പൗസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കോയിപ്പോണ്ട് പണി നടക്കുകയാണ്. നല്ലൊരു ഫിൽട്രേഷൻ സെറ്റ് ചെയ്യുകയാണ്. ഗപ്പി പോണ്ട് അത് പിന്നെ റീവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ടാങ്കും റീവർക്കിന് വേണ്ടി ഇട്ടേക്കുകയാണ്, പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആഴ്ച അടുത്ത ആഴ്ച കൂടി നമ്മളതെല്ലാം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അത് നമുക്ക് ഇറങ്ങിയിട്ട് ഞാൻ നിധി ഒന്ന് വിളിച്ച് വരുത്തട്ടെ, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. യെസ്, അപ്പോൾ അതെ നല്ല മഴക്കാർ കേട്ടോ. നല്ല രീതിയിൽ ഇരുണ്ട് വരുന്നുണ്ട്. സമയം വന്നിട്ട് നോക്കിയാൽ 5:30 ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നല്ല ഇരുണ്ടു. അപ്പോൾ അതെ നിധി വരുന്നുണ്ട്, കാർത്തും വരുന്നുണ്ട് ഇറങ്ങി, പിന്നെ നമ്മളെ വാവച്ചയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു കൊടുക്കണ്ടേ എന്താണ് നമ്മൾ മച്ചനെ. കുറേ നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ആയിരിക്കും. വായോ. പർച്ചേസ് ചെയ്ത് നീ അറിഞ്ഞില്ലല്ലേ? എല്ലാം പെട്ടെന്നായിരുന്നു. ഇപ്പോൾ വന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ നിധിക്ക് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇവൻ കണ്ടില്ല കേട്ടോ. ശരി തന്നെ, ഇവൻ കണ്ടില്ല. ഇവന് സർപ്രൈസാണ്. ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആവുന്നത് കാർത്തുമായിരിക്കും. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കിപ്പ് ചെയ്യാൻ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാക്കയാ? കാക്ക രാജാനേ ഉള്ളൂ. ഇതാരാ ഇത്? ഇതാരാ ഇത്? എഞ്ചിനാണ് മക്കളെ എഞ്ചിനാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം. എന്താ കാണുന്നതിന് മുന്നേ ചെന്ന് നമ്മുടെ മഞ്ച ഷോപ്പിലാണ് കേട്ടോ ഇത് പോയത്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഒരുപാട് ഫിഷസ് അല്ലടാ, ഇഷ്ടം പോലെ അല്ലടാ. കള്ള നാറിയാണ് കേട്ടോ. ഇവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഫിഷസിനെ കണ്ടു, നല്ല അടിപൊളി സാധനങ്ങളെ കണ്ടു. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് പോയാൽ കേട്ടോ. അപ്പോൾ കണ്ടു വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരെ കൂടുതലോട്ടെത്തി ഇവരെ റിലീസ് ചെയ്യാം. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. കാരണം ഈ ആഴ്ച നമ്മൾ ടാങ്കിനെ പണി നടക്കുകയാണ്. കാരണം വെള്ളം നിൽക്കുന്നില്ല, ചോർച്ചയാണ്. എന്താ നേരം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ പോയിട്ട് പോയോ? ഓക്കെ. യെസ്, അപ്പോൾ അതെ നല്ല മഴക്കാറാണ് കേട്ടോ. ഞാൻ ഷോപ്പിലോട്ടെത്തി. ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ കാർത്ത് അവിടെ പോയി നോക്കുന്നുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് നല്ല വെറൈറ്റീസ് ഉണ്ട്. നമ്മളെ ഈ അക്വേറിയം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് കുറേ വിഷ്വൽ കാണിച്ചു തരാം. അകത്തോട്ട് ഞാൻ കയറുമ്പോൾ തന്നെ ഇവിടെയൊക്കെ നല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എന്താ എടുക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടേ, എല്ലാം പറഞ്ഞുതരാം. കുറേ പേരുണ്ട്, എല്ലാവരും കണ്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്കത് ഇവിടുന്ന് തുടങ്ങാം. ഇവിടെ സിക്കിൾഡിൻ്റെ വെറൈറ്റീസും പിന്നെ ഷാർക്ക്, നമ്മുടെ സിൽവർ ഷാർക്ക് നമ്മുടെ ടാങ്കിലുണ്ടായിരുന്നു. സിക്കിൾഡ് പിന്നെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇവനെ കണ്ടോ? നമ്മുടെ ടാങ്കിനകത്തുള്ള മോശ ടാങ്കിനകത്തുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അവനുണ്ട്. അതിനകത്ത് ഇത് നോക്കിക്കേ. ഇതിൻ്റെ എന്ത് രസമല്ലേ ഈ ടാങ്ക് കാണാം. ഈ ടാങ്കല്ല, അകത്ത് വേറൊരു ടാങ്കുണ്ട്. അത് ഇതിനെക്കാട്ടി കിടിലുമാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ മുഴുവൻ കണ്ടതിന് ശേഷം അങ്ങോട്ട് പോകാം കേട്ടോ. ഇതെല്ലാം നോർമൽ മോളീസാണ്. ഓക്കെ, ബലൂൺ മോളീസും നോർമൽ മോളീസുമാണ്. അപ്പോൾ ഇതെല്ലാം അല്ല നമുക്ക് കാണേണ്ടത്. നമുക്ക് കാണേണ്ട ആൾക്കാരകത്താണ്. പക്ഷേ നമുക്ക് ഇവിടെ എല്ലാം കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോകാം. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ വെറൈറ്റീസ് വന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് ആൽഗ കയറിയെന്ന് തോന്നുന്നു. ഇവൻ നോക്കിക്കേ, ഇവനൊക്കെ എന്ത് വെറൈറ്റിയാണ്. ഇവിടെ കാർത്ത് ഇതിനെ കണ്ടായിരുന്നത് റിഫ്ലക്ഷൻ കാരണം കണ്ടുകൂടല്ലോ. സക്കർ.
പക്ഷെ സക്കറിനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതേത് റിഫ്ലക്ഷൻ കാണാൻ കേട്ടോ, കാണാൻ പറ്റട്ടെ. ഇതിനെ കണ്ടോ, എന്ത് രസം ഇത്, അടിപൊളി. ഇതിനെയൊക്കെ കണ്ടതോ അവനെയൊക്കെ. ഈ ടാങ്ക് കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. റിഫ്ലക്ഷൻ കാരണമാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൻ്റെ ആ റെഡ് ഷെയ്ഡ് നോക്കിക്കേ, നൈസ് അല്ലേ. അല്ലേ, തൊട്ടിപ്പുറത്തെ ടാങ്കിലും ഉണ്ട്, അടിപൊളി. ഗപ്പീസ് അല്ലേ, കുറച്ച് വെറൈറ്റി. ആ ഗപ്പീസിൻ്റെ ടെയിൽ നോക്കിക്കേ, കുറച്ച് വെറൈറ്റി ടെയിലല്ലേ. അല്ലേ, പിന്നെ ഇത് ഗോൾഡ് ഫിഷിൻ്റെ ഒരു സെക്ഷനല്ലേ, ആ റെഡ് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പം താഴെ വന്നിട്ട് മൊത്തം നമ്മുടെ സീബ്രാസാണ്. സീബ്രാസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അല്ലേ, ഗ്രീൻ, ഇത് എന്ത് വെറൈറ്റിയാണ് കേട്ടോ. അതെ, ഇവനെയൊക്കെ നോക്കിക്കേ, ഇതിനൊക്കെ എന്ത് വെറൈറ്റിയാണോ എന്തോ. തൊട്ട് താഴെ കുറച്ചത് ഗ്രീൻ വിഡോസ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ കണ്ടു കഴിഞ്ഞു. ഈ സെക്ഷനിൽ പിന്നെ താഴെയൊക്കെ ഗൗര, പിന്നെ വിഡോസിൻ്റെ തന്നെ വൈറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കിടപ്പുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് പോകാം. ഈ സൈഡിൽ കുറച്ച് കുഞ്ഞന്മാരുണ്ട് കേട്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് കുഞ്ഞന്മാർ. ഇത് നോക്കിക്കേ, എന്ത് രസം നോക്കിക്കേ. നമ്മുടെ ടാങ്കിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കണമല്ലോ. നമ്മുടെ ടാങ്ക് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മളിപ്പോൾ തൽക്കാലം എടുക്കാൻ നിൽക്കുന്നത്. ഓക്കെ, അടുത്തത് പാണ്ട മോളീസ് ഒരുപാട് നമ്മുടെ ടാങ്കിൻ്റെ അകത്തുണ്ട്. റെയിൻബോ ഷാർക്ക്, ഇതിൻ്റെ അകത്ത് മിക്കി മൗസ് പ്ലാറ്റിയുടെ ആ ടെയില് ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ടല്ലേ ഇത്. ഏഞ്ചൽസ്, പിന്നെ അതെ റെയിൻബോ ഷാർക്ക്, ആൽബിനോ റെയിൻബോ ഷാർക്ക്. ഓക്കെ, ഇത് കൊള്ളാമല്ലേ. ഈ മറ്റേ പച്ചപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പഫർ ഫിഷ്, അതെ പഫർ ഫിഷ് ഇതേ പോകുന്നു. ബ്ലാക്ക് ഗൗര ഒന്ന്, ബ്ലാക്ക് ഗൗര രണ്ടാമത്തെ ഒരാൾ, പിന്നെ 2 ഓസ്കാർ കിടപ്പുണ്ട് കേട്ടോ. ഇവനെ പോലെ ഒരുത്തം നമ്മളെ കയ്യിലുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടോ? അവനെയാണ് നമ്മളെ പീക്കോക്ക് അടിച്ചത്. അടുത്തും കൊള്ളാം, അല്ലെങ്കിൽ ഇവനും കൊള്ളാം, നൈസ്. പിന്നെ ഇത് മുഴുവൻ നിങ്ങൾക്കറിയാലോ, ഗപ്പി സെക്ഷനാണ്, ഇഷ്ടം പോലെ ഉണ്ട്. കുറേ നാളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. നമ്മളെ ഗപ്പി പോണ്ടം സെറ്റാക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് എൻ്റെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം കേട്ടോ. ഇവിടെ ഒരു സെക്ഷൻ കാണാനുണ്ട് അകത്ത്, അത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇത് കോഴിക്കാർപ്പിൻ്റെ കുറച്ച് നല്ല ക്വാളിറ്റി സാധനങ്ങളാട്ടോ. പക്ഷെ നല്ല പാറ്റേൺ അല്ലേ, ഇതൊക്കെ നല്ല പാറ്റേൺ. ഓക്കെ, പിന്നെ ഇനി ഈ സെക്ഷൻ കാണിച്ചു തരാം. ഈ സെക്ഷനിൽ സീബ്രാസ്, ഒരുപാട് സീബ്രാസ്. ഇതിൻ്റെ പാറ്റേണൊക്കെ നോക്കിക്കേ, അതൊക്കെ കൊള്ളാം കേട്ടോ. മിന്നായം പോലെ പോയാൽ ഇവരെ പാറ്റേണൊക്കെ കൊള്ളാം. ഇവിടെ വേറൊരു വെറൈറ്റി, ഇതൊക്കെ എന്ത് വെറൈറ്റി ഉണ്ടോ അല്ലേ, അടിപൊളി. അടുത്തൊരാൾ കിടപ്പുണ്ട്, ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ടൈപ്പാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ കുഞ്ഞന്മാരല്ലേ, നല്ല ബ്യൂട്ടിഫുൾ കുഞ്ഞന്മാർ. പിന്നെ തൊട്ട് താഴത്തൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമ്മളെ മോൺസ്റ്റർ ഫിഷ് കാറ്റഗറിയിൽ വരുന്ന, അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മളെ മോൺസ്റ്റർ ടാങ്കിലുണ്ട് ഇവന്മാർ. പാമ്പ് കിടക്കും പോലെ കിടക്കുന്നു അല്ലേ. ഇവിടെ നമ്മളെ സ്നേക്ക് ഹെഡിൻ്റെ നീലവാഹയാണെന്ന് തോന്നുന്നു കേട്ടോ, ഇതേ കിടക്കുന്നു. ഇവിടെ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ഒരു കുഞ്ഞ സൈസ് നമ്മളെ ഗോൾഡൻ ഗാർ. ഇവിടെ അതെ അരാപ്പൈമ വന്നിട്ടുണ്ട് കേട്ടോ, പുതിയ കുഞ്ഞ് സൈസാണ്. ഒരു അരോണ കിടപ്പുണ്ട്. മാറുന്നാണല്ലോ പോണ ആൾ. തൊട്ട് താഴെ കുറേ വെറൈറ്റി ഷ്രിമ്പ് കിടപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവനെ കണ്ടു, അവൻ പണ്ടേ ഉണ്ട് കേട്ടോ. ഇവിടെ വില ഇച്ചിരി ഭയങ്കര കൂടുതലാണ്, കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ. ഓക്കെ, തൊട്ടടുത്ത ടാങ്കിലും ഷ്രിമ്പും സ്നെയിലും എല്ലാമാണ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, നൈസ്. ദൈവന്മാരെ നോക്കിക്കേ, നൈസല്ലേ. യെസ്, അങ്ങനെ നമ്മളെ മെയിൻ സ്ഥലത്തോട്ടെത്തി. ഇതാണ് നമുക്ക് കാണാനുള്ളത്, പറഞ്ഞുതരാം കേട്ടോ. ഇനിയല്ല, അതിൻ്റെ ബാക്കിലിരിക്കുന്നത് ഇതാണ് നമുക്ക് കാണാനുള്ളത്, പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മളെ സക്കേഴ്സും കോഴിക്കാർപ്പും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടത് ഇവനെ കണ്ടോ, നൈസായിട്ടുണ്ടല്ലേ, 2 പേര്. ഓക്കെ, എനിക്ക് സൈസ് ഇവനായിരിക്കും കൂടുതൽ. നമ്മളെ മോൺസ്റ്റർ ടാങ്കിലോട്ട് ഇതുവരെ ചിന്തിക്കാത്ത ഒരാളാണിത്. കാരണം എനിക്ക് ഇവനോട് വലിയ താല്പര്യമില്ല. അപ്പം ഭയങ്കര അഗ്രഷനാണ്, കൂടുതലുള്ള ഫിഷസിനെല്ലാം അറ്റാക്ക് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മോൺസ്റ്റർ ടാങ്കിലോട്ട് ഇവനെ എടുത്തിടാനും ഇത് പറ്റത്തില്ല. തൊട്ട് താഴെ നമ്മുടെ നോർമൽ ഷാർക്ക് ഉണ്ടല്ലോ, നമ്മളെ ആസാം വാള എന്നൊക്കെ പറയുന്നത്,
അത് കിടപ്പുണ്ട്. ഈ സെക്ഷൻ മൊത്തം ഓമാരാ. ഇതേ ഒരു വെറൈറ്റി കിടക്കണം നോക്കിയേ. ഇത് അടിപൊളിയല്ലേ. ഇതേ ബ്ലാക്ക് മോറയല്ലേ. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ടാങ്ക് കാണിച്ചാൽ ഇത് മൊത്തം ഓസ്കാറാണ് കേട്ടോ. അതെ ഓസ്കാർ. ഇവൻ്റെ രസം നോക്കിയേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഓക്കെ നൈസ്. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിലോട്ട് വരാം. തൊട്ട് മുകളിൽ നിന്ന് തുടങ്ങണോ താഴെയും തുടങ്ങണോ? മുകളിലും തുടങ്ങാം. ഒരുപാടുണ്ട് കാണാൻ വേണ്ടി. ഇതേ ഇവിടെയൊക്കെ നോക്കിക്കേ, ഇതെല്ലാം നമ്മളെ പ്ലാന്റ് ടാങ്കിൽ ഇടാൻ പറ്റിയ ആൾക്കാരായിട്ടോ. അതെ അവിടെയൊക്കെ ഒരു അടിപൊളി ടാങ്കല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവന്മാരെ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇവന്മാരെ പേര് ഞാൻ മറന്നുപോയായിരുന്നു. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. ഇവന്മാരിങ്ങനെ ഗ്ലാസ് ടാങ്കിലിട്ട് കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസം. അത് ഇതിൻ്റെ പാറ്റേൺ കണ്ടോ നിങ്ങൾ? അയ്യോ റിഫ്ലക്ഷൻ കാരണം കിട്ടാത്തത്. കണ്ടോ? എൻ്റെ കൈ കൊണ്ടുവന്നപ്പോൾ വന്നതാണോ? ഓക്കെ. പിന്നെ തൊട്ടടുത്ത ടാങ്കിൽ നമ്മളെ സ്പാരറ്റ് ഫിഷും കിടപ്പുണ്ട്, സീബ്ര തിലാപ്പിയും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയാണെങ്കിൽ ഇവിടെ നമ്മൾ ഷെവൽ നോസ് ഹൈബ്രിഡ് കിടപ്പുണ്ട് അങ്ങറ്റത്ത്. തൊട്ടടുത്ത ടാങ്കിലതേ നമ്മളെ റെക്ടൈൽ, ആൽബിനോ റെക്ടൈൽ കൊള്ളാമല്ലേ. തൊട്ടപ്പുറത്ത് ഹൈബ്രിഡ് അല്ലേ, നമ്മുടെ ഹൈബ്രിഡ് ഷെവൽ നോസ്. തൊട്ടടുത്തായിട്ട് നമ്മുടെ സക്കറിൻ്റെ എന്തൊരു വെറൈറ്റി ആട്ടോ തൊട്ടടുത്ത് കിടക്കണേ. തൊട്ട് ബാക്കിൽ ഷെവൽ നോസിൻ്റെ ഹൈബ്രിഡ്. ദീപം നോക്കിക്കേ. അയ്യോ ഇങ്ങനത്തെ രസമല്ലേ കാണാൻ വേണ്ടി. സ്നേക്ക് ഹെഡിൻ്റെ ആൽബിനെയാണോ ആള്? ഓക്കെ. നമ്മുടെ റെക്ടൈൽ റെഡ് ടെയിൽ വരുന്ന ഒരാൾ നോക്കിക്കേ, ഭയങ്കര ബ്യൂട്ടി അല്ലേ കാണാൻ വേണ്ടി. തൊട്ട് ഇപ്പുറത്ത് നമ്മളെ ഷെവൽ നോസ് തന്നെയാണ് കേട്ടോ, ടൈഗർ ഷെവൽ നോസ്. തൊട്ട് ബാക്കിൽ ആരോ കിടപ്പുണ്ട്, വാല് മാത്രമേ കാണാവുള്ളൂ. അവന് നമ്മളെ സ്നേക്ക് ഹെഡിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതോ അതെ തല കണ്ടോ? അതോ. പിന്നെ ഇത് നമ്മൾ അന്ന് മേടിച്ച ഫിഷ് റൂട്ട്. ഓക്കെ. തൊട്ടിപ്പുറത്തെ സ്നേക്ക് ഹെഡിൻ്റെ തന്നെ ആൾക്കാർ കിടപ്പുണ്ട്. അടുത്ത ആൾ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇവൻ റെഡ് മാരും യെല്ലോ മാരും ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ കിടക്കുന്നത്. പിന്നെ ഇവിടെ ടൈഗർ കിടപ്പുണ്ട്, ജിഡോസ് കിടപ്പുണ്ട്. തൊട്ട് താഴെ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട് കേട്ടോ. ഈ ടാങ്കിൻ്റെ അകത്താണ് കോഴിക്കാർപ്പുൽ കിടക്കുന്നത്. നമുക്ക് കബൂത്ത എടുത്താലും നമുക്കിന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാത്തിൽ നിന്നും ഇഷ്ടപ്പെടുന്ന കുറച്ച് പീസായിട്ട് എടുക്കാം. ഓക്കെ. എനിക്ക് ഫ്രണ്ടിൽ കുറച്ചൊരു ഇഷ്ടപ്പെട്ടു, ഈ ടാങ്കിൽ ഇഷ്ടപ്പെട്ടു, ഈ ടാങ്കിൽ ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാ ടാങ്കിൽ നിന്നും കുറച്ച് ആൾക്കാരെ എടുക്കാം. ഓക്കെ. അപ്പോൾ രസം കാണാം. എല്ലാത്തിലും ഒരു ടൈപ്പല്ലേ നമ്മൾ എടുക്കുക. നമുക്ക് ഇപ്പോൾ ഒരുപാട് ടൈപ്പ് എടുത്ത് നോക്കാം. അങ്ങനെ ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു സെക്ഷൻ. പിന്നെ ഇവിടെയും കോഴിക്കാർപ്പാണ് കേട്ടോ. അത് കബൂത്ത കിടപ്പുണ്ട്, മിൽക്കി വൈറ്റ് കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ കയറി ഇവിടെ എന്നാ ഇവിടെ നമ്മളെ ഗൗരാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയും കുറച്ച് ആൾക്കാർ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതും കഴിഞ്ഞ് നമ്മുടെ ഈ സെക്ഷനിൽ പറയുമ്പോൾ ഇവിടെ ഒരു അരോണ കിടപ്പുണ്ട്. അരോണ. ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ ഓസ്കാർ കിടക്കുന്നു. തൊട്ട് താഴെ ബ്ലാക്ക് ഓസ്കാർ. പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതുണ്ട്. അടുത്ത വെറൈറ്റി. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഗപ്പി പോണ്ടിലോട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോഴല്ല, ഗപ്പി പോണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതിലേ ഉള്ളൂ നമുക്ക്. അപ്പോഴത്തേക്കും എടുക്കാൻ കേട്ടോ. ഇവരെല്ലാവരും മേളുടെ ഇവിടെ ഒരു ടാങ്ക് സെറ്റാക്കിക്കൊണ്ട് വരുന്നുള്ളൂ. ഇവിടെ പ്ലാന്റ് ടാങ്ക് ഇങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് താഴെ വന്നാൽ ഇങ്ങനെ കണ്ടോ, നൈസല്ലേ. ദൈവന്മാരെ വേറൊരു വെറൈറ്റി, ഗപ്പീസിൻ്റെ ഒക്കെ വെറൈറ്റി. ഇവനൊക്കെ കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. ഏകദേശം ആൾക്കാരെല്ലാവരും കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ അതിൽ മിസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആൾക്കാരെ എടുക്കാൻ വേണ്ടി തുടങ്ങാം. ഓരോരോ ആൾക്കാരെ, എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കുറച്ച് പേരെ ഇങ്ങനെ എടുക്കാമല്ലേ, അതായിരിക്കും നല്ലത്. അപ്പോൾ അതെ നമ്മൾ ഇതിൽ നിന്ന് സിൽവർ ഷാർക്ക് എടുക്കുകയാണ് കേട്ടോ. റിഫ്ലക്ഷൻ അല്ലേ, കണ്ടുകൂടല്ലേ, കാണിച്ചുതരാം. അതെ, ഇതിൽ നിന്ന് നമ്മുടെ സിൽവർ ഷാർക്കിനെ പിടിക്കുകയാണ്. ഓക്കെ. അപ്പം ഇതിൽ ഏകദേശം ഒരു 6 പീസുണ്ട്. നമ്മളൊരു 4 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി 2 പീസ് എന്തായാലും നമ്മളങ്ങ് ഇട്ടേക്കും. അടുത്ത ആളെ എടുത്തു. ഓക്കെ. ഇവന്മാർ എത്ര വയ്ക്കുമായിരിക്കും സൈസ്? ആ 9-10 ഇഞ്ച് വരെയൊക്കെ വയ്ക്കും. ഓക്കെ. അതെ, അടുത്തത് 3-ാമത്തെ ആളെയും പിടിച്ചു, 4-ാമത്തെ ആളെയും പിടിച്ചു കേട്ടോ. നൈസ്. അടിപൊളി. അപ്പോൾ അതെ, നമ്മൾ ഈ ടാങ്കിൽ നിന്ന്, നമ്മൾ വലിയ കോഴിക്കാർപ്പിൽ വെക്കുന്ന ടാങ്കിൽ നിന്ന് നമ്മൾ കബൂത്തോസിനെ എടുക്കണം കേട്ടോ. കാരണം ഉള്ളതിൽ ഏറ്റവും വലിയ കബൂസിനെ എടുക്കുന്നത്. കബൂത്തോസ് കുഞ്ഞ് സൈസിലേക്ക് കിടപ്പുണ്ട്. അതല്ല, ഇതിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്.
ഞാൻ നമ്മുടെ ടാങ്കിലോട്ട് സീബ്ര തിലാപ്പിയ വാങ്ങാൻ വേണ്ടി നമ്മളെ നേരത്തെ ഉണ്ടായിരുന്നു, എനിക്കറിയാമല്ലോ ഡെഡായി പോയത്. പക്ഷേ ഇവന്മാരെ വാങ്ങിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി പറ്റൂല എന്നാണ് പറഞ്ഞത്. കാരണം ഇവന്മാർ അഗ്രഷൻ കാണിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുന്നുണ്ട്. ഇവന്മാരെ വാലൊക്കെ കാണുമ്പോൾ അറിയാം കുറേ എണ്ണത്തിന് വാലില്ല കണ്ടോ. അപ്പോൾ ഇവന്മാരെ കൊണ്ട് നമ്മൾ ഇട്ടാൽ നമുക്ക് പണി കിട്ടും, നമ്മുടെ കൂടെയുള്ള ഫിഷത്തിന് പണി കിട്ടും. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഇവരെ ഞാനങ്ങ് സെറ്റ് ചെയ്തു. ഇനി ഇവന്മാരെ എടുക്കാൻ വേണ്ടി പ്ലാനില്ല. അവിടെ കിടന്ന ഒരു അരോണ അവനെ കണ്ടോ, ലൈറ്റിൽ വന്നപ്പോൾ എന്ത് രസം നോക്കിക്കേ. അവൻ്റെ ഡോട്ടൊക്കെ നല്ല രീതിയിൽ എടുത്തറിയാമല്ലേ. അടിപൊളിയാട്ടോ ഇവൻ. ഇവന്മാരുടെ പാറ്റേൺ കണ്ടോ, നൈസല്ലേ. അപ്പോൾ അതെ ഈ ടാങ്കിൽ നിന്ന് നമ്മൾ കുറച്ച് വൈറ്റ് ഷാർക്കിനെ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു, കുറേ പേരെ വാങ്ങിച്ചു, എല്ലാവരെയും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് കാണാൻ വേണ്ടി ഒരുപാടുണ്ടല്ലേ ഇവിടെ, ഒരുപാട് ഫിഷസ് വെറൈറ്റീസൊക്കെ വരുന്നുണ്ട് ഇവിടെ. കുഞ്ഞു കുഞ്ഞു ഫിഷസാണ് ഭയങ്കര വെറൈറ്റി. ഇപ്പോൾ പിന്നെ മോശം ഫിഷസ് ഉണ്ട്, ഒരുപാട് അവിടെ വെറൈറ്റി വന്നു തുടങ്ങി. കുറച്ചും കൂടി ആൾക്കാർ ഇപ്പോൾ ഉടനെ തന്നെ സ്റ്റോക്ക് വരും, അത് ഇതിനങ്ങോട്ട് കിടലുമായിരിക്കും കേട്ടോ. നമുക്ക് ആ പുതിയ പുതിയ ആൾക്കാരെ എടുക്കാൻ വേണ്ടി വരാം. ഓക്കെ, എനിക്ക് ആക്ച്വലി ഞാൻ ആ വലിയ കോഴിക്കാർപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ വലിയ കോഴിക്കാർപ്പ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ എടുത്തപ്പോൾ നമുക്ക് ഒരു 2 പേരെടുത്ത്, അതും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴിക്കാർപ്പായിരുന്നു. അപ്പോൾ ചത്തുപോയി. അതിനുശേഷം ഇപ്പോൾ വലിയ കോഴിക്കാർപ്പിനെ എടുക്കാതെ, കാരണം നഷ്ടം വന്നാൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കാരണം അതിൽ തന്നെ 2500 രൂപയാണ് ഒരു പെയർ വന്നിട്ട്. അപ്പോൾ നമുക്കത് 2 പേരൊക്കെ ഡെഡായി പോകുന്ന വെച്ചാൽ ഒരു 5000 രൂപ അടുപ്പിച്ച് നമ്മളതിന് നഷ്ടം വരും. അതുകൊണ്ടാണ് വലിയ ഫിഷസ് നമ്മൾ നോക്കുന്നത്. അതെ അതെ, ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ നഷ്ടമായിട്ട് കോഴിക്കാർപ്പിൽ എത്ര എണ്ണം ചത്തുപോയി. അതായത് ഒരെണ്ണമൊക്കെ 3000 രൂപ നമ്മൾ കോഴിക്കാർപ്പൊക്കെ ഡെഡായി. അപ്പോൾ അതിനുശേഷം ഇപ്പം അതെ 7000 രൂപയുടെ ഫിഷസൊക്കെ നമുക്ക് ഡെഡായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ വലിയ കോഴിക്കാർപ്പിളൊക്കെ എടുക്കാതിരിക്കുന്നത് മാക്സിമം. കാരണം ഡെഡായി പോയാൽ നമുക്ക് വലിയൊരു എമൗണ്ട് അധികം നഷ്ടമായി പോകും. പിന്നെ അതുപോലെ കിളിക്കൂട്ടിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് പണികൾ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി അതിനുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ബഡ്ജറ്റ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീടെത്തിയിട്ട് ബാക്കി രീതിയിലാണ് പേയ്മെൻറ്റ് ചെയ്ത് ഇറങ്ങട്ടെ. ഓക്കെ, ദേ നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വീടെത്തുന്ന ഒരു ഗ്യാപ്പിൽ മഴ പെയ്യുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ വട്ടം ഇതേപോലെ പർച്ചേസ് ചെയ്തപ്പം മഴ പെയ്ത് പണി കിട്ടിയതാണ്. യെസ്, അപ്പോൾ കണ്ടായിരുന്നോ, ദേ കണിക്കുന്നൊക്കെ ഇവിടെ പൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ദേ 3 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ദേ എന്നെ ഇവിടെ 2.25 പേര്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഗസ് എന്തെങ്കിലും ഉണ്ടോ, എത്ര വെറൈറ്റീസാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന്? 4 വെറൈറ്റീസോ. ദേ ഇതിൻ്റെ അകത്താണ് ആൾക്കാരെല്ലാവരും ഉള്ളത്. ദേ നമ്മുടെ ടാങ്കിലോട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ് ദേ ഇരിക്കുന്നത്. ഇതെന്താണ്? നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാൻ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മളിനിപ്പോൾ ടാങ്ക് പണിയാൻ വേണ്ടി ആൾക്കാർ വരും. ഗപ്പി ടാങ്കും കോഴിപ്പോണ്ടും എല്ലാം. നിധിക്ക് ആൾക്കാരെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ കാണിച്ചു കൊടുക്കാം കേട്ടോ. കാരണം അകത്തോട്ട് തൽക്കാലം നമ്മൾ കയറ്റുന്നില്ല. കാരണം വാവയും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം അകത്തോട്ട് കയറ്റുന്നില്ല കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ആൾക്കാർ. ഇത് മമ്മിക്കുള്ളതാണ് കേട്ടോ, ബ്ലാക്ക് മോറ. പിന്നെ ഇത് നമ്മൾ കുറച്ച് കുട്ടി ഷാർക്കിനെ മേടിച്ചു. ഇന്നില്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഫീഡായിട്ട് പോകുമെന്ന് അറിയത്തില്ല. ഇതും ഷാർക്കാണ് കേട്ടോ, അത് സിൽവർ ഷാർക്ക് കബൂത്തോ ഉള്ളതിൽ വെച്ച് വലിയ കബൂത്തോ. അതെ, വലിയ ഷാർക്ക് തിന്നും. നമ്മുടെ ഗപ്പീസ് എവിടെ പോയി, മോളീസ് എവിടെ പോയി, പാണ്ടാ മോളീസ് എവിടെ പോയി, കയറിയിട്ട് എന്താ പണി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളെടുത്തേ കൊണ്ടിട്ടിട്ട് വരാം. ആക്ച്വലി ഞാൻ വൈറ്റ് ഷാർക്ക് ഒരു 4 പീസ് എടുത്തു. അതൊരു പരീക്ഷണമാണ് കേട്ടോ. കാരണം നമ്മുടെ ടാങ്കിൽ ഏകദേശം ഒരു 4 വലിയ ഷാർക്ക് നമുക്ക് ഡെഡായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് പോയത് ലൈറ്റ് ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ലൈറ്റ് ഉടനെ ഞാനൊരു റിമോട്ട് കൺട്രോൾ ആക്കും കേട്ടോ. കാരണം ഇതിപ്പോൾ നമുക്ക് സ്വിച്ച് ഇടാൻ വേണ്ടി അങ്ങ് പോകണം. അവിടെ ചെടി പടർന്ന് മുകളിലോട്ട് കയറുന്നു അല്ലേ, പാമ്പ് കയറാൻ അപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വലിച്ച് കളയണം. അപ്പോൾ ഞാൻ വൈറ്റ് ഷാർക്കിന് എന്താ മേടിച്ചതെന്ന് വെച്ചാൽ, വൈറ്റ് ഷാർക്ക് ഒരു 4 പീസ് മേടിച്ചു. എന്നിട്ട് കുറച്ച് ദിവസം കൊണ്ട് അതൊന്ന് കൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം, ഇവന്മാർ ആരെങ്കിലും ഇതിനെ തിന്നുന്നുണ്ടോ എന്ന്. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തൊരു കുറച്ച് ഷാർക്കുകൾ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ കാണാൻ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഉടനെ തന്നെ പുതിയ ഫിഷസ് ഇതിൻ്റെ അകത്ത് വരും. കാരണം നമുക്ക് ക്ലൈമറ്റൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അവന്മാരെ ടെമ്പറേച്ചർ ടാലിയാക്കാൻ വേണ്ടിയിടുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ വെള്ളം എവിടെയാണ് കിടക്കുന്നതെന്ന്. ആക്ച്വലി വെള്ളം കിടക്കേണ്ട സ്ഥലം ഇവിടെയാണ്. ഇത്രയും വെള്ളം നമുക്കില്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത നമ്മളെ മോട്ടറിന് നമുക്ക് പണി വെച്ചാൽ നല്ല ചോർച്ചയുണ്ട്. അതുകൊണ്ട് ആ ഒരു നനവ് ഉണ്ടോ കാണിച്ചു തരാം. ഈ ഒരു നനവ് ഉണ്ടോ,
ഇത് മൊത്തം നമുക്ക് വെള്ളം ചോരയാണ്. ഈ ഫിൽറ്റർ കുഴപ്പമില്ല, പക്ഷേ ഈ ഫിൽറ്റർ നമുക്ക് വെള്ളം നിൽക്കുന്നില്ല, അതുകൊണ്ട് വെള്ളം ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ആ ഫിൽറ്റർ യൂണിറ്റ് ഫുള്ളായിട്ട് മാറ്റും. സാധനങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് മൊത്തം നമ്മൾ മാറ്റിയതിന് ശേഷം അത് ഒന്ന് തേച്ച് റെഡിയാക്കി ആളെ വെച്ചൊന്ന് റെഡിയാക്കിയിട്ട് അതിനകത്ത് തിരിച്ച് ഇതെല്ലാം റീഫില്ല് ചെയ്യും. റീഫില്ല് ചെയ്ത് നമ്മൾ വെള്ളം നിറയ്ക്കും കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പുതിയ പുതിയ ഫിഷസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല നല്ല കിടില സാധനങ്ങളെ കൊണ്ടുവരുന്നുണ്ട്, നല്ല ഹെവി സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. അടിപൊളി സാധനങ്ങൾ, കുറച്ച് വെറൈറ്റി സാധനങ്ങൾ, ബിഗ് സൈസ് സാധനങ്ങളാണ് നമ്മൾ ഈ ടാങ്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. കാരണം നമുക്കിനി ഫിൽറ്ററിന് ഒരു കുഴപ്പമില്ല, വെള്ളത്തിന് ഒരു കുഴപ്പമില്ല, എല്ലാം നമുക്ക് സെറ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്കിനിപ്പോൾ എത്ര പേരെ ഇവിടെ വേണമെങ്കിലും കൊണ്ടിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാർത്ത അവരെ പിടിച്ച് ലോഡ് ചെയ്ത് നിൽക്കുകയാണ്. കാർത്ത പൊട്ടിച്ചോടാ. ആദ്യം കുഞ്ഞന്മാരെ പിടിക്കണം, വലിയമാരെ വരും. കുഞ്ഞന്മാരൊക്കെ അങ്ങ് പൊട്ടിച്ച് വിടാം. ഇതിപ്പോൾ കണ്ടോ, നമുക്ക് അങ്ങ് പോകണം ഇവരെ എടുക്കാൻ വേണ്ടിയിട്ട്. ഓ പാടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളെ വൈറ്റ് ഷാർക്ക് 4 എണ്ണം ഒരു പരീക്ഷണമാണ് കേട്ടോ. അത് കിടക്കോ ഇല്ലയോ, ലാസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജീവനോടെ തന്നെ എല്ലാവരും കിടക്കുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. കുഞ്ഞ് സൈസാണ് കേട്ടോ, തീരെ കുഞ്ഞ് സൈസാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നി വാങ്ങിച്ചതാണ്. എന്താ നമുക്കിപ്പോൾ കയ്യിൽ റിലീസ് അയച്ചൊരു പാടുണ്ട്, അങ്ങ് വിട്ടിട്ടുണ്ട്. നോക്കാം, നമുക്ക് കറക്റ്റ് 4 പേരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു കൗണ്ട് അറിയാമല്ലോ. അടുത്തത് 4 പേരെ വിട്ടിട്ടുണ്ട്. നോക്കാം അവന്മാർ സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്ന്. ഷാർക്ക്, സിൽവർ ഷാർക്ക്. അപ്പോൾ അവരെയാണ് നമ്മളിപ്പോൾ അടുത്ത റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒരാൾ നോക്കി. ഓക്കെ, അടുത്ത ഇത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കബൂത്ത ഒന്ന് പിടിച്ച് കാണിച്ചു തരാം. കബൂത്ത നമ്മൾ എത്ര പേരെ വാങ്ങിച്ചിട്ടുള്ളതല്ലേ, ഇത് ഒരാൾ. ഓക്കെ, അടുത്തൊരു ഷാർക്കിനെ പിടിച്ച് കാണിച്ചു തരാം. ഷാർക്കിനെയൊക്കെ കൈ കിട്ടുന്നതാണ് ഇച്ചിരി പാട്. സിൽവർ ഷാർക്ക്. അതെ, ഇവൻ്റെ ഒരു 8 ഇഞ്ച് നമ്മളെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. അതെ, ഇതേ നമ്മുടെ സിൽവർ ഷാർക്ക്. ഇതിൻ്റെ വലിയ സൈസ് നമ്മൾ ഈ ടാങ്കിൻ്റെ തന്നെ കിടപ്പുണ്ട് കേട്ടോ, നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. എവിടെയും കാണും. ഇതേ പോട്ടാ. ഓക്കെ, ചാടിയാടാ. ഇതേ എന്ത് ചാട്ടമാണ്. അങ്ങ് വിട്ടോ, അങ്ങ് വിട്ടോ, അങ്ങ് വിട്ടോ. ഇല്ലേ ഇല്ലേ, പിടിച്ചിട്ടോട്ടെ. ഓ, ദേ പോയി, ചാടിപ്പോയി കേട്ടോ. ഭയങ്കര ചാട്ടവന്മാർ. അതിലേറ്റ് കൂട്ടത്തിലൊരു വലിയവനാണ് കേട്ടോ ഇത്. ഓക്കെ, പോയി. അപ്പോൾ അതെ, അടുത്ത നമ്മളെ കബൂത്ത് ചാട്ടിപ്പോയി. അതെ, നമ്മൾ അവസാനത്തെ കബൂത്തും ചാടിപ്പോയ കേട്ടോ. ഒന്നും കയ്യിൽ നിൽക്കുന്നില്ലല്ലേ. ഓക്കെ, അതെ നമ്മുടെ സൺസെറ്റ്. നമ്മൾ മഴക്കാറാണ്, മഴ പെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും മഴ പെയ്തില്ല. കാരണം അതെ, നമ്മുടെ പണി ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും മിക്കവാറും നല്ല മഴ വരുന്നത്. പണി ഉടനെ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് പണിയാണ് പെയ്യുന്നത്. നമുക്ക് ഉടനെ ചെയ്യണം. അതുപോലെ തന്നെ ഈ ടാങ്കും ഈ ടാങ്ക് നമ്മൾ സിമെൻ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി പെയിന്റ് അടിച്ചാൽ മാത്രം മതി. പിന്നെ ഇതുപോലെ ജോലിക്കാർ ചെയ്താൽ പോലും ഇത്ര പെർഫെക്റ്റ് ഈ ടാങ്കും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ തേച്ചോണ്ടാണ് കേട്ടോ ഈ തള്ളുന്നത്. അപ്പോൾ നമുക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഫിഷസിനെ ഇപ്പം മേടിക്കുക ഇച്ചിരി ടൈറ്റ് കാണിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ സൂൺ നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരും. ഇതിൻ്റെ പണിയുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ നമ്മുടെ ചാനലിൽ പുറകെ വരും. പിന്നെ നമ്മുടെ ഗപ്പി പോയിന്റ് കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കി ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ചധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അതെല്ലാം നമ്മൾ ചെയ്ത് നമ്മളെല്ലാം സെറ്റാക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മളെ ഹാംസ്റ്റേഴ്സിനെ എല്ലാത്തിനെയും ഇവിടുന്ന് മാറ്റി കേട്ടോ. ഹാംസ്റ്റേഴ്സിൻ്റെ റേറ്റിനെ എല്ലാത്തിനും നമ്മൾ തൽക്കാലം ഇവിടുന്ന് മാറ്റി. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂടല്ലടാ. ഓ, ഞാൻ തന്നെ അതെ നല്ല സ്വെറ്റ് ചെയ്ത് ഇതിനെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നത് അത്രയ്ക്ക് ചൂട്. ആ ഒരു വെട്ടം അടിച്ച് വരുന്നുണ്ടോ. ഈ ഒത്തിരി രസം നോക്കിക്കേ. ആക്ച്വലി ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴേ ഞാൻ ഫുള്ളായിട്ട് ടയേർഡായി. കാരണം ഈ ഒരു മാസം ഫുൾ ഞാൻ ട്രിപ്പായിരുന്നു. ആലപ്പുഴ, പിന്നെ നമ്മൾ കൊടൈക്കനാലിൽ പോയി, പിന്നെ നമ്മൾ ധനുഷ്കോടി പോയി. ഇന്നലെ ഞാൻ ഇടുക്കി പോയിട്ട് എത്തിയതേ ഉള്ളൂ. ഇന്ന് വെളുപ്പിനാണ് എത്തിയത്. അപ്പോൾ ഒരു തളർച്ചയുണ്ട്. അപ്പം മൊത്തത്തിലൊരു തളർച്ചയുണ്ട്. അതാണ് സംസാരത്തിനൊരു വയ്യായിക. എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ഒക്കെ പുറകെ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പോൾ സ്റ്റേൻ നമ്മൾ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ. നമ്മുടെ മോട്ടർ ടാങ്ക് ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയ പോലെ ഈ ടാങ്കിലെല്ലാം നമ്മൾ സെറ്റാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.